റൈറ്റ്സ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ്. അവകാശങ്ങൾ, നീതി, നിയമ നടപടി എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഈ വർഷത്തെ മുദ്രാവാക്യം ഇതാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ട നീതിന്യായ സംവിധാനം ആഗോളതലത്തിൽ തന്നെ അതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ ലോകത്തിന് നൽകുന്ന ഈ മുന്നറിയിപ്പിനെ കണക്കുകളിലേക്ക് മാറ്റിയാൽ ലോകത്ത് പുരുഷന്മാർക്കുള്ള നിയമപരമായ അവകാശങ്ങളുടെയും പരിരക്ഷയുടെയും 64% മാത്രമാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത്. ജീവിതത്തിന്റെ സകല മേഖലയിലും സ്ത്രീകൾ പുറന്തള്ളപ്പെടുന്നതിന്റെ, വിവേചനം അനുഭവിക്കുന്നതിന്റെ, വയലൻസ് നേരിടുന്നതിന്റെ കാരണം നിയമപരമായ അവകാശങ്ങൾ ലഭിക്കാതിരിക്കുന്നത് കൊണ്ടുകൂടിയാണ്. രാഷ്ട്രീയ അധികാരത്തിലും ജുഡീഷ്യൽ അധികാരത്തിലും തുല്യ പ്രാതിനിധ്യം ഉറപ്പാക്കാതെ സ്ത്രീകളുടെ തുല്യനീതിക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനവും ലക്ഷ്യത്തിലെത്തില്ല. 195 രാജ്യങ്ങളുള്ളതിൽ 27.2% ലോകത്തെ മുഴുവൻ പാർലമെന്റുകളിലെയും ആകെ സ്ത്രീകളുടെ എണ്ണം. 22.9% ക്യാബിനറ്റ് മന്ത്രിമാരിൽ സ്ത്രീകളുടെ എണ്ണം. 4 മന്ത്രിമാരെ എടുത്താൽ അതിൽ ഒരു മുഴുവൻ സ്ത്രീ പോലുമില്ല എന്ന് ചുരുക്കം, കാൽഭാഗം പോലുമില്ല. മനുഷ്യാവകാശങ്ങൾ, ലിംഗതുല്യത, സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലാണ് സ്ത്രീകളായ ഭൂരിപക്ഷം ഭരണാധികാരികൾക്കും ചുമതലയുള്ളത്. വിദേശകാര്യം, സാമ്പത്തികം, ആഭ്യന്തരം, പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ ഭരണനിർവഹണം ഇപ്പോഴും പുരുഷന്മാർ തന്നെ. നേരിട്ട് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് നടന്ന 31 രാജ്യങ്ങളിൽ 5 രാജ്യങ്ങളിൽ മാത്രമാണ് സ്ത്രീകൾ അധികാരത്തിൽ വന്നത്. ലോകത്ത് വെറും 6 രാജ്യങ്ങളിൽ മാത്രമാണ് 50% അതിൽ കൂടുതലോ സ്ത്രീകളുടെ ഭരണ പ്രാതിനിധ്യമുള്ളത്. 21 രാജ്യങ്ങളിൽ 40% എത്തിയിട്ടുണ്ട്. 10% പോലും സ്ത്രീകളുടെ പ്രാതിനിധ്യമില്ലാത്ത 21 രാജ്യങ്ങളും ഉണ്ട്. ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഭരണതലത്തിൽ നിലവിൽ വരണമെങ്കിൽ ഇനിയും പതിറ്റാണ്ടുകൾ കഴിയേണ്ടി വരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇന്ത്യയിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ 18ാം ലോക്സഭയിൽ 14% മാത്രമാണ് സ്ത്രീകളായ MP-മാർ. രാജ്യസഭയിൽ 13%. അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പ്രതിനിധികളുള്ളത് ബിജു ജനതാദളിനും തൃണമൂൽ കോൺഗ്രസിനുമാണ്. 42%, 39%. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യ ലോക്സഭയിൽ ഉണ്ടായ 5% പ്രാതിനിധ്യത്തിൽ നിന്ന് 79 വർഷമെടുത്തിട്ടാണ് 9% വർദ്ധിപ്പിച്ച് 14%ത്തിലേക്ക് ഇന്ത്യ മഹാരാജ്യം പുരോഗമിച്ച് എത്തിയത്. സംസ്ഥാനങ്ങളുടെ കാര്യമെടുത്താൽ 20% സ്ത്രീ പ്രാതിനിധ്യമുള്ള ഒരു നിയമസഭകളും ഇന്ത്യയിലില്ല. 18% സ്ത്രീകളുള്ളത് ഛത്തീസ്ഗഡിലാണ്. ഹിമാചൽ പ്രദേശിൽ ആകെ ഒരു സ്ത്രീയാണ് നിയമസഭയിലുള്ളത്. മിസോറം നിയമസഭയിൽ ആരുമില്ല. ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ 8% സ്ത്രീകളാണ് നിയമസഭയിലുള്ളത്. 3.5 കോടി ജനങ്ങളുള്ള സംസ്ഥാനത്ത് 52% സ്ത്രീകളെ പ്രതിനിധീകരിക്കാൻ ആകെ 12 പേർ. ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് ഒരു സ്ത്രീ, രാജ്യസഭയിലും കേരളത്തിൽ നിന്ന് ഒരു സ്ത്രീ. ലളിതവും വ്യക്തവുമാണ് കണക്കുകൾ, ഒപ്പം ഭയപ്പെടുത്തുന്നതും. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചരിത്രപരമായ വലിയ പോരാട്ടങ്ങൾ നടത്തിയാണ് സ്ത്രീകൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ തങ്ങളെ, സ്ത്രീകൾ കൂടി ഉൾപ്പെട്ട ജനതയെ ആര് ഭരിക്കണം എന്ന തീരുമാനത്തിന്റെ ഭാഗമാവാനുള്ള അവകാശം നേടിയെടുത്തത്. വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി പോലും വലിയ സമരങ്ങൾ സ്ത്രീകൾ നടത്തിയിട്ടുണ്ട് എന്നത് പുതിയ തലമുറയ്ക്ക് മനസ്സിലാവാൻ പോലും സാധ്യത കുറവാണ്. വികസനത്തിന്റെ എല്ലാ സൂചികകളിലും യൂറോപ്യൻ രാജ്യങ്ങളോട് കിടപിടിക്കാൻ ശേഷിയുണ്ട് എന്നവകാശപ്പെടുന്ന കേരളത്തിൽ എന്തുകൊണ്ടായിരിക്കും സ്ത്രീ പ്രാതിനിധ്യം അവകാശബോധമായി വളരാതിരുന്നതും വളർത്തിക്കൊണ്ടുവരാൻ അനുവദിക്കാതിരുന്നതും? കേരളം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെ പ്രാതിനിധ്യ കണക്കുകൾ പരിശോധിച്ചാൽ 1996, 2001 കാലത്താണ് ഏറ്റവും കൂടുതലായ 14 പേർ, 10% സ്ത്രീകൾ നിയമസഭയിൽ ഉണ്ടായിരുന്നതായി കാണാൻ കഴിയുക. കഴിഞ്ഞ സഭയിൽ 8 സ്ത്രീകൾ, 5.6% ഉണ്ടായിരുന്നത്. കേരളത്തെക്കാൾ ഭേദമാണ് ബംഗാളും ഝാർഖണ്ഡും ഹരിയാനയും ബീഹാറും മധ്യപ്രദേശും പോലും. കേരളത്തിൽ ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലാകെ പല സംസ്ഥാനങ്ങളിലായി പല കാലത്ത് 17 പേരാണ് ആകെ മുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. ജാതീയവും സാമുദായികവുമായ പ്രാതിനിധ്യത്തിന്റെ രാഷ്ട്രീയം കൃത്യം സമവാക്യങ്ങൾ രൂപപ്പെടുത്തി പയറ്റുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ടാവും സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് ജനസംഖ്യാനുപാതികമായ അജ്ഞത നടിക്കുന്നത്? അവിടെയും മത സാമുദായിക സംവരണത്തിനകത്തെ സ്ത്രീ പ്രാതിനിധ്യം പരിഹാസ്യമാം വിധം കുറവുമാണ്. 2023 പാർലമെന്റിന്റെ ഇരുസഭകളും വനിതാ സംവരണ ബിൽ പാസാക്കുന്നത്. 27 വർഷം നീണ്ട ചർച്ചകൾക്കും ചർച്ചയില്ലായ്മയ്ക്കും ശേഷമാണ് 18ാം ലോക്സഭാ ഇലക്ഷന് മുൻപ് കയ്യടി നേടാനുള്ള രാഷ്ട്രീയ ശ്രമം കൂടിയായി വനിതാ സംവരണ ബിൽ പാസാക്കിയത്.
പക്ഷേ അത് അടുത്തൊന്നും നടപ്പിലാക്കില്ല എന്ന് അന്നേ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. സെൻസസും മണ്ഡല പുനർനിർണയവും കഴിഞ്ഞ് 2029 മാത്രമേ നിയമം നടപ്പാക്കൂ എന്നാണ് പുരുഷാധികാരികളുടെ തീരുമാനം. 33% സംവരണം പോലും ജനസംഖ്യാനുപാതികമായി പര്യാപ്തമല്ല എന്നിരിക്കെ ജനസംഖ്യയുടെ പാതിയും സ്ത്രീകളായ ലോകത്തും രാജ്യത്തും 1/3 അധികാരത്തെ സ്ത്രീകൾക്ക് നൽകാൻ ഈ സംവിധാനം തയ്യാറാവുന്നില്ല എന്നത് വിചിത്രമായ യാഥാർത്ഥ്യമാണ്. ഭരണാധികാരത്തോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് നീതിന്യായ വ്യവസ്ഥയിലെ സ്ത്രീ പ്രാതിനിധ്യവും. UN വിമൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സൈമ ബാഹൌസ് പറയുന്നുണ്ട്, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നീതി നിഷേധിക്കപ്പെടുമ്പോൾ അത് ഒരൊറ്റ കേസിന്റെ വിധിയായല്ല സമൂഹം പരിഗണിക്കുക. സമൂഹത്തിന് നീതി നടപ്പാക്കേണ്ട സ്ഥാപനങ്ങളിന്മേലുള്ള വിശ്വാസമാണ് ഒലിച്ചു പോവുക. നീതി നിഷേധം നീതിന്യായ വ്യവസ്ഥയെ തന്നെ ദുർബലമാക്കുകയാണ് ചെയ്യുക. തുല്യനീതി എന്ന ആശയത്തിന് തന്നെ ലോകവ്യാപകമായി തിരിച്ചടി നേരിടുന്നത്, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത്, ശിക്ഷിക്കപ്പെടില്ല എന്ന ധൈര്യം സാംസ്കാരിക അധപ്പതനത്തിന്റെ സാമൂഹ്യ ബോധമായി തന്നെ ശക്തി പ്രാപിക്കുന്നത്, വയലൻസിന്റെ സ്വഭാവം ഡിജിറ്റൽ സ്പേസിന്റെ സ്വാഭാവികതയായി മാറുന്നത്, യുദ്ധവും സംഘർഷവും നടക്കുന്ന സ്ഥലങ്ങളിൽ റേപ്പ് ആയുധമായി മാറുന്നത്, ലോകത്തിലെ ഭരണ സംവിധാനങ്ങളെ ആശങ്കപ്പെടുത്തണമെങ്കിൽ അതിന് ആ ഭരണ സംവിധാനങ്ങളിൽ സ്ത്രീകളുടെയും ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെയും പ്രാതിനിധ്യം ഉണ്ടാവണം. ഒരു ശാക്തിക ചേരിയായി മാറാൻ സ്ത്രീകൾക്ക് ഭരണ സംവിധാനങ്ങളിൽ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2 വർഷത്തെ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണക്കെടുത്താൽ 87% വർധനവാണ് യുദ്ധ സംഘർഷ പ്രദേശങ്ങളിലെ റേപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണത്തെ വനിതാ ദിനം നിയമ സംവിധാനത്തെ കർശനമാക്കേണ്ടതിനെ കുറിച്ചാണ് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നത്. പകുതിയിലേറെ രാജ്യങ്ങളിലും 54% രാജ്യങ്ങളിലും ബലാത്സംഗത്തെ കൺസെന്റിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി നിർവചിച്ചിട്ടില്ല എന്നോർക്കണം. അതായത് ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോഴും അത് ഒരു കുറ്റകൃത്യമായി കണക്കാക്കാത്ത നിയമമാണ് ഈ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത്. 44% രാജ്യങ്ങളിലും ഇന്നും തുല്യ ജോലിക്ക് സ്ത്രീക്കും പുരുഷനും തുല്യവേതനം എന്ന നിയമം നിലവിലില്ല. ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനത്തിലെ പ്രാതിനിധ്യ കണക്കുകൾ ഉദാഹരണമായി എടുക്കാം. 2025 കണക്കനുസരിച്ച് സുപ്രീം കോടതിയിലെ 34 ജഡ്ജിമാരിൽ സ്ത്രീ പ്രാതിനിധ്യം വെറും 2.9%. അതായത് ഒരേയൊരു വനിതാ ജഡ്ജി മാത്രം. 1950 മുതലുള്ള മുഴുവൻ കണക്കെടുത്താലും 11 സ്ത്രീകളെ ജഡ്ജിമാരായിട്ടുള്ളൂ എന്ന വസ്തുത പുതിയതല്ല എങ്കിലും ഭയപ്പെടുത്തുന്നതാണ്. ഒറ്റ സ്ത്രീ പോലും ഇന്നുവരെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുമില്ല. ഹൈക്കോടതികളിൽ 13.1% സ്ത്രീ പ്രാതിനിധ്യം. 5 ഹൈക്കോടതികളിൽ സ്ത്രീ ജഡ്ജിമാരേയില്ല. സബ് കോടതികളിൽ 35% വനിതാ ജഡ്ജിമാരാണ് ഉള്ളത്. രാഷ്ട്രീയ അധികാരത്തിലെയും നിയമ സംവിധാനങ്ങളിലെയും തുല്യമായ സ്ത്രീ പ്രാതിനിധ്യം ജനാധിപത്യ വ്യവസ്ഥയുടെ സമഗ്രമായ മുന്നോട്ടു പോക്കിന് എത്രത്തോളം പ്രധാനമാണെന്ന് 1995 ബീജിംഗിൽ നടന്ന 4ാമത് അന്താരാഷ്ട്ര വനിതാ സമ്മേളനത്തിന്റെ പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. നിയമനിർമ്മാണ സഭകളിലും ഉദ്യോഗസ്ഥ തലത്തിലും തീരുമാനങ്ങൾ എടുക്കപ്പെടുന്ന എല്ലാ സംവിധാനങ്ങളിലും വേണ്ട വിധത്തിൽ പ്രതിനിധീകരിക്കപ്പെടാത്തൊരു വിഭാഗത്തിന്റെ ആവശ്യങ്ങളും ആശങ്കയും ജനാധിപത്യത്തിന്റെ ആശയത്തിൽ കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കില്ല എന്ന് പ്രഖ്യാപനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ എത്തുന്നതിൽ നിന്ന് സ്ത്രീകൾ ഒഴിവാക്കപ്പെടുന്നത് എന്നതിന് നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% ഭരിക്കുന്നത് സ്ത്രീകളായിട്ട് പോലും നിയമസഭയിലോ പാർലമെന്റിലോ മത്സരിക്കാൻ സ്ത്രീകൾക്ക് അവസരം നൽകുന്നില്ല എന്നത് കേരളത്തിലെ സകല പാർട്ടികളുടെയും സ്വഭാവമാണ്. പാട്രിയാർക്കൽ ഘടനയുടെ കൂട് പൊട്ടിച്ചു കളയാൻ സ്ത്രീകളായ രാഷ്ട്രീയ പ്രവർത്തകരും ശ്രമിക്കുകയോ ആവശ്യപ്പെടുകയോ സമരം ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നതാണ് വിചിത്രം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിലെത്തി നിൽക്കുമ്പോൾ 33% സംവരണം ഉറപ്പാക്കുന്ന ബില്ല് പാസായ ഒരു രാജ്യത്ത് പുരോഗമനത്തിന്റെ സൂചികകൾ മുഴുവൻ ഏറ്റവും മുകളിലാണെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ എത്ര രാഷ്ട്രീയ പാർട്ടികൾ 33% സ്ത്രീകളെ മത്സരിപ്പിക്കുകയെങ്കിലും ചെയ്യുമെന്ന് കണ്ടറിയണം. മത്സരിപ്പിക്കുന്ന സീറ്റുകൾ ജയസാധ്യതയുള്ളതായിരിക്കുമെന്ന് ഉറപ്പാക്കുമോ എന്നും കണ്ടറിയണം. സാധ്യത വളരെ കുറവാണ്. ജെൻഡർ പാർക്കുകൾ ഉണ്ടാക്കും. വനിതാ സംഘടനകൾ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പാട്ടുകൾ പാടുകയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും സെമിനാറുകൾ നടത്തുകയും സമരങ്ങളിൽ മുന്നിൽ തന്നെ നിൽക്കുകയും ചെയ്യും. പക്ഷേ രാഷ്ട്രീയ അധികാരത്തിന്റെ ചർച്ചകൾ വരുമ്പോൾ, രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ ഈ സ്ത്രീകളും പുരുഷന്മാരും സമത്വത്തിന്റെ എഞ്ചോടി പുസ്തകങ്ങൾ പോലും വായിച്ച ഓർമ്മയില്ലാതെ പാട്രിയാർക്കൽ പുരുഷ നായകരെ അംഗീകരിക്കാൻ ക്യൂ നിൽക്കുന്നത് കാണാം. മെറിറ്റ് എന്നും വിജയസാധ്യത എന്നും ഒരു നാണവുമില്ലാതെ പറയുന്നതും കേൾക്കാം. റൈറ്റ്സ്, ജസ്റ്റിസ്
ആക്ഷൻ ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ്. അവകാശങ്ങൾ, നീതി, നിയമ നടപടി എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി എന്ന മുദ്രാവാക്യം ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. നിയമനിർമ്മാണ നയരൂപീകരണ സഭകളിൽ അധികാരം സ്ത്രീകളുമായി തുല്യമായി പങ്കുവയ്ക്കപ്പെടാതെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കും എതിരായ പരാതികളെ കേൾക്കാൻ നിയമ സംവിധാനങ്ങളിൽ തുല്യമായ സ്ത്രീ പ്രാതിനിധ്യം ഇല്ലാതെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയും ആശയവും മുന്നോട്ട് ചലിക്കില്ല.